തീർച്ചയായും ഇക്കാര്യത്തിൽ മുൻകൈയെടുത്ത കുറേ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ അതിൻ്റെ മെറിറ്റ് നോക്കി മുൻഗണനാ വിഭാഗത്തിൽ പെടുത്തേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ മുൻകൈയെടുത്ത ബഹുമാനപ്പെട്ട മന്ത്രിയെയും അദ്ദേഹത്തിനോടൊപ്പമുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും അനുമോദിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രി ഞങ്ങൾ മന്ത്രിമാർക്കൊക്കെ നൽകിയ നിർദ്ദേശം ഓരോ വകുപ്പും 100 ദിവസത്തിനകം ചെയ്യേണ്ട കാര്യങ്ങൾ അത് അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഗവൺമെൻറ്റിനെ അറിയിക്കണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ 20 മന്ത്രിമാരും അവരവരുടെ വകുപ്പുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയിക്കുകയും അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭക്ഷ്യവകുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യക്ഷനും മന്ത്രിയായതിനു ശേഷം വരുന്ന ഒരു പ്രധാന കാര്യമാണ് നമ്മുടെ കേരളീയർ ആഘോഷിക്കുന്ന ഓണം. ആ ഓണത്തിന് ഭക്ഷ്യരംഗത്ത് വേണ്ടത്ര ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാനും ഓണത്തിൻ്റെ ഓണക്കിറ്റുകൾ നൽകാനും അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ വില നിലവാരം പിടിച്ചു നിർത്താനും ഈ വകുപ്പ് കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം എൻ്റെ വകുപ്പിൻ്റെ കീഴിലുള്ള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മുൻകൂട്ടി തന്നെ ഈ ഹോട്ടലുടമകളുടെയും മറ്റും യോഗം വിളിച്ചു ചേർത്ത് ഓണത്തിന് കലർപ്പില്ലാത്ത ഭക്ഷണം ജനങ്ങൾക്ക് നൽകാൻ, ഇപ്പോൾ ഇവരിങ്ങനെ ഭക്ഷ്യവകുപ്പ് ഇത് ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ സുരക്ഷിതത്വം നോക്കേണ്ടത് ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ്. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ ഭക്ഷ്യസുരക്ഷയുടെ നേതൃത്വത്തിൽ, കമ്മീഷണറുടെ നേതൃത്വത്തിൽ എല്ലാം കേരളത്തിലെ പ്രധാന ഹോട്ടൽ ഉടമകളുടെയും അവരുടെ അസോസിയേഷൻ ഭാരവാഹികളെ വിളിച്ച് എങ്ങനെ ഈ കാര്യങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യണം, കലർപ്പില്ലാത്ത ഭക്ഷണം എങ്ങനെ നൽകണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാർ എല്ലാ ഹോട്ടലുകളിലും അതുപോലെ തന്നെ തട്ടുകടകളിലും പരിശോധിച്ചുകൊണ്ട് ഈ നല്ല ഇനം ഭക്ഷണം ജനങ്ങൾക്ക് നൽകാനുള്ള ആ സുരക്ഷിതത്വം ഗവൺമെൻറ് ഉറപ്പാക്കും എന്നുകൂടെ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. കാരണം ഇത് ഭക്ഷ്യവകുപ്പ് എടുക്കുന്ന തീരുമാനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സുരക്ഷിതത്വം നോക്കേണ്ട ചുമതല തീർച്ചയായിട്ടും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ വകുപ്പിനെ കുറിച്ച് വളരെ നേരത്തെ തന്നെ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടിക്കുന്ന പല കേസുകളും അതിൻ്റെ ഒരു പ്രധാന ന്യൂനത ഇതിൻ്റെ ശിക്ഷ വളരെ കുറവാണെന്നുള്ളതാണ്. അതായത് ഭക്ഷണത്തിൽ മായം കലർത്തിയാൽ പോലും അതിൻ്റെ ശിക്ഷ കുറയുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ ഞാൻ കൂടുതൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ വെച്ചിട്ടുള്ളത് ഈ ശിക്ഷയുടെ കാഠിന്യം അല്പം വർദ്ധിപ്പിക്കണം. അല്ലെങ്കിൽ ഇത് എത്ര മായം കലർത്തിയാലും പെറ്റി കേസുകളെ പോലെയാണ് ഇപ്പോഴത്തെ വകുപ്പുകളെന്ന് പറയുന്നത്. അത് കൂടുതൽ ദോഷം ചെയ്യും. അപ്പോൾ അഡൾട്രേഷൻ അതിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അങ്ങനെ നടത്തുന്നവർക്ക് കനത്ത ശിക്ഷ നൽകാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൽ ഈ മായം കലർത്തുന്ന ആര് ചെയ്താൽ, ഇപ്പോൾ ഞാൻ മറ്റു വിഭാഗത്തിലേക്ക് കടക്കുന്നില്ല, ചില തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടുത്ത ദിവസങ്ങൾ തന്നെ പുറത്തു വരും. ശബരിമലയിലേക്കുള്ള നെയ്യിൽ പോലും അഡൾട്രേഷൻ നടത്തിയ കേസുകൾ, ആ കേസുകൾ ഏതാനും ദിവസങ്ങൾക്കകം അതിൻ്റെ കാര്യങ്ങൾ പുറത്തു വരുന്നുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ചടങ്ങിൽ വെച്ചത് പറയുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് മായം ചേർക്കൽ ഏത് ഭാഗത്തുനിന്നുണ്ടെങ്കിലും അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പ് പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഇതിന് മുൻകൈയെടുത്ത വകുപ്പ് മന്ത്രിയെ പ്രത്യേകിച്ച് ഒന്നുകൂടെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും അഡ്വാൻസായി ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.